ഹായ്. നോർത്ത് ഇന്ത്യയിലെ സിനിമകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ചാനൽ. ആ ചാനലിൽ ഇന്ന് വന്ന ഒരു വാർത്തയാണ്. ഷാറുഖ് ഖാന്റെ കിങ് ഡിസംബർ 24-ന് റിലീസാവുന്നു. അന്നേ ദിവസം തന്നെ മോഹൻലാലിന്റെ അതിമനോഹരം എന്ന സിനിമയും വരുന്നുണ്ട്. വലിയ ക്ലാഷ് ആണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള തരത്തിൽ അവർ ചർച്ച ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ഞെട്ടലാണ് ഉണ്ടായത്. സാധാരണഗതിയിൽ അതായത് നമ്മളെ പോലുള്ള ചെറിയ ഇൻഡസ്ട്രിയാണ് ഇത്തരം കാര്യങ്ങൾ പറയാറ്. നമ്മളുടെ ഇന്ന സിനിമയ്ക്കൊപ്പം ഷാറുഖ് ഖാന്റെ സിനിമ വരുന്നു, സൽമാന്റെ സിനിമ വരുന്നു, അമീർ ഖാന്റെ സിനിമ വരുന്നു, രജനീകാന്തിന്റെ സിനിമ വരുന്നു, അല്ലു അർജുന്റെ സിനിമ വരുന്നു എന്നൊക്കെ. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇൻഡസ്ട്രി ചെറുതാണ്, മറ്റുള്ള സിനിമകൾ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഭയമാണ്. കേരളത്തിന് പുറത്ത് സ്ക്രീനുകൾ കുറയുമോ, വിദേശ രാജ്യങ്ങളിൽ സ്ക്രീനുകൾ കിട്ടാതാവുമോ എന്നുള്ള ഭയം. അതുകൊണ്ടാണ് അത്തരം ചർച്ചകൾ നമ്മൾ ചെയ്യുന്നത്. ഒരുപക്ഷെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഇവിടെ നിന്ന് രണ്ട് വലിയ സിനിമകൾ വരുമ്പോൾ അവരത് ചർച്ചയാക്കാറുണ്ട്. പക്ഷെ മലയാള സിനിമയെ ഇവരാരും മൈൻഡ് പോലും ചെയ്യാറില്ല. അവരുടെ ഒരു സിനിമ വരുമ്പോൾ ഏത് മലയാള സിനിമ വരുന്നു എന്ന് നോക്കാറ് പോലുമില്ല. പക്ഷെ ഇവിടെ ഷാറുഖ് ഖാന്റെ ഏറ്റവും വലിയ സിനിമ കിങ് വരുമ്പോൾ അതിനുള്ള എതിരാളിയായിട്ട് മോഹൻലാലിന്റെ അതിമനോഹരം എന്ന സിനിമയെ അവർ കാണുന്നു. അത് എന്തുകൊണ്ടാണ്? തീർച്ചയായും അതിന് കാരണമുണ്ട്. എമ്പുരാൻ റിലീസ് ആവുന്നതുവരെ ഇത്തരം ചർച്ചകൾ അവർ ചെയ്യാറില്ല. എമ്പുരാൻ മാർച്ച് 27-ന് റിലീസാവുന്നു. മലയാളത്തിലെ ഏറ്റവും വലിയ പടം. ആ രീതിയിൽ തന്നെയാണ് ആ സിനിമയെ മാർക്കറ്റ് ചെയ്തത്. എമ്പുരാൻ ഇറങ്ങി 3 ദിവസം കഴിഞ്ഞ് സൽമാൻ നായകനാവുന്ന ഒരു വലിയ സിനിമ ഹിന്ദിയിൽ വരുന്നുണ്ട്. എല്ലാവരും ചിന്തിച്ചത് എമ്പുരാന് ആ സിനിമ ഭീഷണിയാവുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ 2 സിനിമകളും റിലീസായി. എമ്പുരാൻ ഫസ്റ്റ് 68 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തു വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന്. സൽമാന്റെ പടം 47 കോടിയാണ് ഫസ്റ്റ് നേടിയെടുത്തത്. പല ആൾക്കാർക്കും ഇത് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. ഈ 2 സിനിമകൾക്കും പോസിറ്റീവ് റെസ്പോൺസ് അല്ല വന്നത്. ഈ 2 സിനിമകളുടെയും ഫൈനൽ കളക്ഷൻ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. എമ്പുരാൻ 266 കോടിക്ക് മുകളിൽ നേടിയപ്പോൾ സൽമാന്റെ സിനിമ 150 കോടിക്ക് താഴെ ഒതുങ്ങി. അതിനുശേഷമാണ് ഈ ഒരു പേടി മറ്റു ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നത്. അതായത് എമ്പുരാൻ ഇറങ്ങുന്ന അന്നേ ദിവസം തന്നെ ഒരു തമിഴ് സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമകൾക്ക് എമ്പുരാന്റെ അടുത്ത് പോലും എത്താൻ സാധിച്ചിട്ടില്ല. അതിന്റെ ഫൈനൽ കളക്ഷൻ എമ്പുരാന്റെ ഫസ്റ്റ് ഡേ കളക്ഷന്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല എന്നുള്ളതും എടുത്തു പറയുന്നു. അതിനുശേഷമാണ് ഈ ഒരു പേടി അവർക്ക് വന്നിരിക്കുന്നത്. മോഹൻലാൽ എന്ന നടന്റെ ഒരു വലിയ സിനിമ വരുമ്പോൾ അത് ഏത് രീതിയിൽ കളക്ഷൻ നേടുമെന്ന് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. എമ്പുരാന് മിക്സഡ് വെച്ച് ഈ ഒരു കുലത്തൂക്ക് കളക്ഷൻ നേടാൻ പറ്റി എങ്കിൽ ഇനിയുള്ള മോഹൻലാലിന്റെ ഒരു ഹൈപ്പ് സിനിമ വരുമ്പോൾ അതിന് പോസിറ്റീവ് റെസ്പോൺസ് ആണ് വരുന്നതെങ്കിൽ ഏത് രീതിയിൽ ആ സിനിമ കളക്ട് ചെയ്യും എന്ന് അവർക്കറിയാം. ഇവർക്ക് പേടി ഇന്ത്യയിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ അല്ല, വിദേശ രാജ്യങ്ങളിലെ കളക്ഷനെയാണ്. മോഹൻലാലിന്റെ അടുത്തിറങ്ങിയ എല്ലാ സിനിമകളും വിദേശ രാജ്യങ്ങളിൽ വമ്പൻ കളക്ഷനാണ് നേടിയെടുത്തിരിക്കുന്നത്. 100 കോടിയോളം രൂപ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാത്രം മോഹൻലാലിന്റെ സിനിമകൾ നേടുന്നുണ്ട്. GCCയിൽ വൻ കളക്ഷനാണ് മോഹൻലാലിന്റെ സിനിമയ്ക്ക് വരുന്നത്. തീർച്ചയായും കിങ് എന്ന സിനിമയെ അത് ബാധിക്കും. അവിടുത്തെ റിലീസിംഗ് സെന്ററുകൾ അത് കുറയുക തന്നെ ചെയ്യും മോഹൻലാലിന്റെ സിനിമ വരുമ്പോൾ. മോഹൻലാലിന്റെ സിനിമകൾക്ക് വലിയ രീതിയിലുള്ള റിലീസിംഗ് കിട്ടാറുണ്ട് വിദേശ രാജ്യങ്ങളിൽ. അപ്പോൾ ഇങ്ങനെയൊരു ന്യൂസ് അവിടെയുള്ള ചാനൽ ചെയ്യണമെങ്കിൽ ഈ ന്യൂസ് ആ ചാനൽ മാത്രമല്ല ചെയ്തിരിക്കുന്നത്, പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവിടെയുള്ള പല പേജുകളിലും അത് വന്നിട്ടുണ്ട്. അതായത് ഷാറുഖ് ഖാന്റെ കിങ്ങിന് ക്ലാഷുമായി മോഹൻലാലിന്റെ അതിമനോഹരം എന്ന സിനിമ. ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂസ് കണ്ടപ്പോൾ ഒരു ഞെട്ടലാണ് ഉണ്ടായത് എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഒരുപാട് സന്തോഷമാണ് തോന്നിയത്. നമ്മളുടെ മലയാള സിനിമ വളർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മോഹൻലാൽ എന്ന നടന്റെ മാർക്കറ്റ് വാല്യൂ വളരെ വലുതാണ്. മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരം മോഹൻലാലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ എണ്ണം പറഞ്ഞ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളാണ് മോഹൻലാൽ. എന്തായാലും ഡിസംബർ 24 ലാലേട്ടന്റെ അതിമനോഹരം റിലീസ് ആവുകയാണ്. ആ സിനിമയ്ക്കൊപ്പം അന്യഭാഷയിൽ നിന്ന് ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്, മലയാളത്തിൽ നിന്നും ഉണ്ടാവും. കാത്തിരിക്കാം എന്താണ് സംഭവിക്കുക എന്നറിയാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.